പോപ്പീസിന്റെ 97ാമത് സ്റ്റോർ അടൂറിൽ ഓഗസ്റ്റ് 3 ഓപ്പൺ ചെയ്യുന്നു. ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഉറപ്പായ സമ്മാനങ്ങൾ. അപ്പോ ഈ വരുന്ന ഓഗസ്റ്റ് 3 എല്ലാവരെയും പോപ്പീസ് അടൂറിലേക്ക് ക്ഷണിക്കുന്നു. ലൊക്കേഷൻ വരുന്നത് പാലവിളയിൽ കൊമേഴ്ഷ്യൽ ഹബ് MC റോഡ് അടൂർ. മയക്കുമരുന്ന് കടത്തിന്റെയും വിപണനത്തിന്റെയും ഹബ്ബായി അടൂർ മാറി. അടൂരും പരിസരങ്ങളിലും 5 വർഷം മുമ്പ് വരെ സ്പിരിറ്റ് കടത്തു മാഫിയകളുടെ വിളയാട്ടവും അനധികൃത മദ്യ വിപണനവും തകൃതിയായിരിക്കുന്നത് ഇപ്പോൾ മയക്കുമരുന്ന് കടത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ അടൂർ, പഴകുളം, ഏനാത്ത് എന്നിവിടങ്ങളിൽ നിന്നാണ് അടുത്തിടെ കഞ്ചാവ്, MDMA തുടങ്ങിയ ലഹരി വസ്തുക്കളുമായി തദ്ദേശവാസികളും അന്തർ സംസ്ഥാനക്കാരും ഉൾപ്പെടെയുള്ളവർ പിടിയിലായത്. ഏനാത്തുപാലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങൾ, അനാഥമായ പുതിയകാവ് ചിറ, അടൂർ ബൈപ്പാസ് തുടങ്ങിയവ മയക്കുമരുന്ന് കടത്തിന്റെ ഇടനാഴികളാണ്. അടൂരിൽ MDMAയുമായി 2 യുവാക്കൾ അറസ്റ്റിലായതാണ് അവസാനത്തെ സംഭവം. KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 97 ഗ്രാം MDMAയുമായി ഡാൻസ് ഓഫ് സംഘം അടൂരിൽ നിന്നും തദ്ദേശവാസികളെയാണ് പിടികൂടിയത്. അടൂർ കണ്ണംകോട് പൂതക്കുഴി തെക്കേതിൽ 23-കാരൻ യാസീൻ, ചെട്ടിയാർ വീട്ടിൽ മേലേതിൽ 23-കാരൻ ഫറൂഖ് എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നാണ് MDMA വാങ്ങിയതെന്ന് ഇവർ പറഞ്ഞതായി പോലീസ് പറയുന്നു. ബാംഗ്ലൂരുവിൽ നിന്നും ട്രെയിനിൽ വന്ന് തിരുവല്ലയിൽ ഇറങ്ങി KSRTC ബസ്സിൽ കയറിയതാണ്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരം അനുസരിച്ച് ഡാൻസ് ഓഫ് സംഘവും പോലീസും അടൂരിൽ കാത്തു നിൽക്കുകയായിരുന്നു. തുടർന്ന് അടൂർ KSEB ഓഫീസിന് സമീപം ബസ് തടഞ്ഞു നിർത്തി യുവാക്കളെ പിടികൂടുകയായിരുന്നു. ഡാൻസ് ഓഫ് സംഘത്തിനൊപ്പം അടൂർ SHO ശ്യാം മുരളി, SI-മാരായ D സുനിൽകുമാർ, MG അനൂപ്, രാധാകൃഷ്ണൻ, ASI മഞ്ജുമോൾ, CPO-മാരായ R രാജഗോപാൽ, ശ്രീ വിശാഖ്, ഗോപൻ, രാഹുൽ എന്നിവർ നടപടികളിൽ പങ്കെടുത്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് സംഘം ഇവർ എത്തിയ KSRTC ബസ് അടൂരിൽ തടഞ്ഞു നിർത്തി പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരുവിൽ നിന്നും ബസ്സിൽ കൊണ്ടുവന്ന MDMAയുമായി യുവാവിനെ ഡാൻസ് ഓഫ് സംഘവും പന്തളം പോലീസും ചേർന്ന് പിടികൂടിയിരുന്നു. പന്തളം തുമ്പമൺ മുട്ടം വടക്കടത്ത് മണ്ണിൽ വീട്ടിൽ 40-കാരൻ ബ്രില്ലി മാത്യു ആണ് അന്ന് അറസ്റ്റിലായത്. കുളനട ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ മുന്നിൽ തിരുവല്ല ഭാഗത്തു നിന്നും ബസ്സിൽ വന്നിറങ്ങിയ ഇയാളിൽ നിന്നും 36.55 ഗ്രാം MDMAയും 8 ചെറിയ സിറിഞ്ചുകളും മറ്റും പിടിച്ചെടുക്കുകയും ചെയ്തു. സ്കൂളുകൾ, കോളേജുകൾ, അന്തർ സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് ലഹരി കടത്തും വിപണനവും നടക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ലഹരി വസ്തുക്കൾക്കെതിരെ ശക്തമായ നടപടികൾ തുടരുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടൂർ.